ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം മഹാദേവ്യൈ നമ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തെ പറ്റിയും ചോറ്റാനിക്കര ഭഗവതിയെ പറ്റിയും പറയാം. 108 ദിവ്യ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ചോറ്റാനിക്കര ക്ഷേത്രം. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിയാനക്കര എന്ന പദം ലോപിച്ചാണ് ചോറ്റാനിക്കര എന്ന നാമം. അതിനൊരു ഐതിഹ്യവുമുണ്ട്. ആദിശങ്കരൻ മൂകാംബികയിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവന്ന ജ്യോതിയാണ് ഇവിടെ വിലയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജ്യോതിയാനക്കര എന്ന പദം ലോപിച്ച് ചോറ്റാനിക്കര എന്ന് ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. ഓരോ ക്ഷേത്രങ്ങളും ഓരോ പ്രത്യേക വഴിപാടുകൾക്കോ അല്ലെങ്കിൽ ഓരോരോ പ്രത്യേക തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കോ പ്രസിദ്ധമായിരിക്കുമല്ലോ. അതുപോലെ ചോറ്റാനിക്കര ക്ഷേത്രം പണ്ട് മുതൽ തന്നെ ബാധ ഒഴിപ്പിക്കൽ എന്ന ക്രിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിരുന്നു. ബാധ എന്നാൽ എന്താണെന്ന് തന്നെ ഇന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. അതിന്റെ വിശദാംശങ്ങളെല്ലാം കീഴ്ക്കാവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയാം. വീഡിയോ മുഴുവനായി കാണുക. ചോറ്റാനിക്കര ഭഗവതി, ചോറ്റാനിക്കര അമ്മ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതിനെന്താ കാരണം? ഒരമ്മ എങ്ങനെയാണോ തൻ്റെ സന്തതികളെ സ്നേഹിക്കുകയും അവരോട് ഒരു കരുതലും കരുണയും എല്ലാം ഉണ്ടാകുന്നത്, അതുപോലെ ചോറ്റാനിക്കര ഭഗവതിക്ക് തൻ്റെ ഭക്തന്മാരോട് ഒരു അമ്മയുടേതെന്നതുപോലെ ഉള്ള കരുതലും സ്നേഹവും ഉണ്ട്. അത് ഭക്തർ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര ദേവിയെ അമ്മേ, ചോറ്റാനിക്കര അമ്മേ എന്നാണ് എല്ലാവരും പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ പറ്റി, അതായത് ചോറ്റാനിക്കര ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ ഐതിഹ്യങ്ങളെ പറ്റിയും അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാം. വളരെ പ്രസിദ്ധമായ ഒരുപാട് ചടങ്ങുകളുള്ള ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒരു വീഡിയോയിൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. മേൽക്കാവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ളത് വരുന്ന വീഡിയോകളിൽ പറയാം. ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളിലാണ് ദേവിയെ ഇവിടെ ആരാധിക്കുന്നത്. അതിൽ പ്രധാനമായും മഹാലക്ഷ്മി, കൂടെ ശ്രീമൻ നാരായണനും ഉണ്ട്. അങ്ങനെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അത് വിരളമായ ഒരു പ്രതിഷ്ഠയാണ്. സാധാരണ ലക്ഷ്മിയും നാരായണനും രണ്ടുപേരെയും ചേർത്ത് ഒരു ഗർഭഗൃഹത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണുന്നത് വളരെ ദുർലഭമാണ്. ഭക്തർ ഇവിടെ ചൊല്ലുന്ന ഒരു സ്തുതി എന്താണ്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ബദ്ധേ നാരായണ എന്നാണ്. ഇതിൽ നിന്ന് തന്നെ അവിടുത്തെ പ്രതിഷ്ഠ മഹാലക്ഷ്മിയും നാരായണനും കൂടി ചേർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തുല്യ പ്രാധാന്യമുള്ള 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് മേൽക്കാവ് എന്ന് പറയുന്നു. നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്ന ക്ഷേത്രമാണത്. അവിടെ ദേവി കിഴക്കു നോക്കിയാണ് ദർശനം. പിന്നെ അവിടെ നിന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ പോയാൽ കീഴ്ക്കാവ്. മേൽക്കാവിൽ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ കീഴ്ക്കാവിൽ ഭദ്രകാളിയാണ്. എന്തായാലും ഈ വീഡിയോയിൽ മേൽക്കാവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. രുദ്രാക്ഷശില. എന്താണ് ഈ രുദ്രാക്ഷശില? വെട്ടുകല്ലില്ലേ, ആ വെട്ടുകല്ലിന്റെ മുകളിൽ അതിന്റെ ഉപരിതലത്ത്, അതായത് സർഫസില്
എപ്പോഴും ഇങ്ങനെ രുദ്രാക്ഷം പോലെ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ വെട്ടുകല്ലിനെ രുദ്രാക്ഷ ശില എന്നും പറയാറുണ്ട്. അതിൽ തീർത്തതാണ് 3 അടിയോളം പൊക്കമുള്ള ദേവിയുടെ വിഗ്രഹം. അതിന്റെ അടുത്തു തന്നെ മറ്റൊരു ശിലയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് നാരായണൻ. ആദിശങ്കരൻ, വില്വമംഗലം സ്വാമിയാർ, കാക്കശ്ശേരി ഭട്ടതിരി, ചെമ്മങ്ങാട്ട് ഭട്ടതിരി എന്നീ പ്രസിദ്ധരായ യോഗി വര്യന്മാർ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ചോറ്റാനിക്കരയിൽ ഉള്ളത്. ഇതിൽ നിന്ന് തന്നെ ആ വിഗ്രഹത്തിന്റെ പെരുമയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം ഭക്തനായ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിന് ഒരു കൊച്ചു മണ്ഡപവും ചുറ്റമ്പലത്തിനുള്ളിൽ വടക്കു പടിഞ്ഞാറേ മൂലയിലായി തീർത്തിട്ടുണ്ട്. കാക്കശ്ശേരി ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം പറയാം. പണ്ട് ഈ ഭാഗമെല്ലാം, ക്ഷേത്രം നിന്ന ഈ പ്രദേശമെല്ലാം വൻ കാടായിരുന്നു, കൊടും കാടായിരുന്നു. അവിടെ വസിച്ചിരുന്നത് ആദിവാസികളായ മലയരയന്മാരായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു കണ്ണപ്പൻ, അവരുടെ മുഖ്യൻ. അയാൾ ഒരു വലിയ ദേവീ ഭക്തനായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ക്ഷേത്രമൊന്നുമില്ല, കൊടും കാടാണല്ലോ. ആ കാട്ടിൽ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു ശില വെച്ച് അത് മലങ്കാളിയാണെന്ന് സങ്കല്പിച്ച് അവിടെയാണ് ഈ കണ്ണപ്പന്റെ ആരാധന എങ്ങനെയുള്ളതാണ്? ആ ശിലയ്ക്ക് മുന്നിൽ കുരുതി നടത്താനുള്ള, അതായത് ബലി നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് അവിടെ നിത്യം ഒരു പശുവിനെ ബലി അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. കണ്ണപ്പൻ ക്രൂരനായിരുന്നു, പക്ഷെ ദേവീ ഭക്തനായിരുന്നു. അന്യരുടെ പശുക്കളെ എല്ലാം മോഷ്ടിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കുന്നത്. കണ്ണപ്പന്റെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നു. ആകെ ഉള്ളത് ഒരു മകളാണ്. മകൾ കൊച്ചുകുട്ടിയാണ്. ആ മകൾ വിലക്കിയിട്ടും കണ്ണപ്പൻ ഒരിക്കലും ഈ മൃഗബലി അവസാനിപ്പിച്ചില്ല. പശുക്കളെ ഇതുപോലെ ബലി അർപ്പിച്ച് രക്തം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തൊഴുത് മാംസം കണ്ണപ്പനും കണ്ണപ്പന്റെ അനുചരന്മാരും പങ്കിട്ടെടുത്ത് ഭക്ഷിക്കും. ഇതാണ് നിത്യം നടന്നു വന്നിരുന്ന കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം അവരുടെ കുടിലിൽ സംഭവിച്ചു. അതെന്തായിരുന്നു? എവിടെ നിന്നോ ഒരു പശുക്കിടാവ് അവരുടെ കുടിലിൽ എത്തുകയും മകൾ അതിനെ കണ്ട് വളരെ സ്നേഹത്തോടുകൂടി അതിനെ വളർത്തി വരികയും ചെയ്തു. കുടിലിനടുത്തു തന്നെ ഒരു ചെറിയ തൊഴുത്തുപോലെ ഉണ്ടാക്കി അതിലാണ് പശുക്കിടാവിനെ കെട്ടിയിരുന്നത്. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കണ്ണപ്പന് പശുക്കളെ ഒന്നും ലഭിച്ചില്ല. ബലി കഴിപ്പിക്കാനുള്ള പശുക്കളെ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ കണ്ണപ്പൻ കണക്കുകൂട്ടി ദേവിയുടെ ബലി എന്തായാലും മുടക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം മകൾ വളർത്തുന്ന ആ പശുവിനെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പശുവിനെയും കൊണ്ട് ബലി നടത്തുന്ന സ്ഥലത്തിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഒരു സർപ്പം തീണ്ടി സ്വന്തം പുത്രി, സ്വന്തം മകള് മരിച്ചു. ഈ വാർത്ത അറിഞ്ഞതും ബലി മുടങ്ങി. കണ്ണപ്പൻ വേഗം തന്നെ കുടിലിലേക്ക് തിരിച്ചു ചെന്നു. പശുക്കിടാവിനെ തൊഴുത്തിൽ കെട്ടിവെച്ചു. വളരെ ദുഃഖിതനായി. മകൾ നഷ്ടപ്പെട്ടപ്പോൾ മരണം കൊണ്ടുണ്ടാവുന്ന ആ സങ്കടത്തെ പറ്റിയിട്ട് കണ്ണപ്പന് മനസ്സിലായി. കണ്ണപ്പനിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ മകൾ പരിപാലിച്ചിരുന്ന ഈ പശുക്കിടാവിനെയും പരിപാലിച്ചുകൊണ്ട് മൃഗബലിയെല്ലാം നിർത്തി കായ്കനികൾ ഭക്ഷിച്ച് സാത്വികമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. എന്തായാലും കണ്ണപ്പന്റെ മനസ്സിൽ മകൾ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം ഇപ്പോഴും ശമിച്ചിട്ടില്ല. അങ്ങനെ ദുഃഖിതനായി ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ അയാൾക്കൊരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ അയാൾ കാണുകയാണ് സ്വന്തം തൊഴുത്തിൽ നിൽക്കുന്ന പശു കല്ലായി തീർന്നിരിക്കുന്നു. അതിന്റെ സമീപത്ത് തന്നെ മറ്റൊരു കല്ലുമുണ്ട്. ഈ 2 കല്ലുകളെയും നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപവുമായി ഒരു സന്യാസി വര്യൻ നിൽക്കുന്നു. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. തൊഴുത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ണപ്പൻ കണ്ടത്. പശുക്കിടാവ് ഒരു കല്ലായിരിക്കുന്നു, അതിന് സമീപത്ത് തന്നെ മറ്റൊരു കല്ലുണ്ട്. ഇതു കണ്ട് അദ്ദേഹം സങ്കടത്തോടുകൂടി വാവിട്ട് നിലവിളിച്ചു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആ സന്യാസി വര്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കഥകളിൽ പറയുന്നത് ആ സന്യാസി വര്യൻ
പരാശര മഹർഷിയാണെന്നാണ്. എന്തായാലും ആ യോഗി വര്യൻ കണ്ണപ്പനോട് ഇങ്ങനെ അരുളി ചെയ്തു: നീ ഒരു പുണ്യ ആത്മാവാണ്. ദേവിക്ക് നിന്നിൽ സംപ്രീതി ഉണ്ട്. നീ വളർത്തിയിരുന്ന പശു സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഇപ്പോൾ ഈ ശിലയിൽ കുടികൊള്ളുന്നു. അതിന് സമീപത്തുള്ള ശിലയിൽ നാരായണമൂർത്തിയും കുടികൊള്ളുന്നു. അതുകൊണ്ട് നീ ഇവിടെ നിത്യം ആരാധന നടത്തുക. ഭാവിയിൽ ഇവിടെ ഒരു വലിയ പുണ്യക്ഷേത്രം ഉണ്ടാവാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് ആ സന്യാസിവര്യൻ അപ്രത്യക്ഷനായി. സന്യാസിവര്യൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണപ്പൻ അവിടെ ആരാധന തുടർന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞു. കണ്ണപ്പനും അനുയായികളും എല്ലാം മരിച്ചു. കാലക്രമത്തിൽ ഇങ്ങനെ അവിടെ ആരാധന നടത്തിയതിന് ഒരു തെളിവും ഇല്ലാതായി. അവിടമെല്ലാം കാടുപിടിച്ചു. പുല്ലും ചെടികളും എല്ലാം വളർന്ന് കണ്ണപ്പൻ ആരാധിച്ചിരുന്ന ഈ ശിലകൾ എല്ലാം അതിനടിയിലായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കാലാന്തരത്തിൽ എല്ലാ പ്രദേശങ്ങളിലും മാറ്റം വരുമല്ലോ. അതുപോലെ ഇവിടെയും മാറ്റം വന്ന് അവിടെ സ്ത്രീകൾ പുല്ലരിയാനായി വന്നപ്പോൾ ആ സ്ത്രീകളുടെ അരിവാള് ശിലയിൽ തട്ടുകയും ആ ശിലയിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ആ ശിലയുണ്ടെന്നും ആ ശിലയിൽ നിന്നാണ് രക്തം വരുന്നത് എന്നുമെല്ലാം അവർ മനസ്സിലാക്കിയത് രക്തം ഒഴുകി വന്നപ്പോഴാണ്. ഇതെല്ലാം കണ്ട് അവർ ഒന്ന് പരിഭ്രമിച്ചു. എന്തായാലും ദേവിയുടെ സാന്നിധ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ആ സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകളെയും വിളിച്ച് അവിടെ ചിരട്ടയിൽ മലർ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ചില കഥകളിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ മറ്റു ചില കഥകളിൽ പറയുന്നത് മറ്റൊരു പോലെയാണ്. അതായത് ഈ സ്ത്രീകൾ ഇതുപോലെ കല്ലിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട് അവിടുത്തെ പ്രധാനിയും ജ്യോതിഷ പണ്ഡിതനും താന്ത്രിക വിദ്വാനും എല്ലാമായ എടാറ്റുമനയിലെ നമ്പൂതിരി അവരെ ചെന്ന് കണ്ട് അവരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ദേവിയുടെ സാന്നിധ്യമാണെന്ന് അവർ മനസ്സിലാക്കി. നമ്പൂതിരിയാണ് ആദ്യമായി ഈ സ്ത്രീകൾ കൊണ്ടുവന്ന ചിരട്ടയിലെ മലർ അവിടെ നിവേദിച്ചത് എന്നും ഒരു ഭാഷ്യം പറയുന്നുണ്ട്. എന്തായാലും ഇന്നും കാലത്ത് ആദ്യത്തെ നിവേദ്യം ദേവിക്ക് ചിരട്ടയിലാണ് അർപ്പിക്കുന്നത്. കണ്ണപ്പന്റെ തൊഴുത്തു നിന്ന സ്ഥലമാണ് ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്ന മുല്ലത്തറ. ഈ സ്ഥാനം ദേവിയുടെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ദേവി ഇവിടെ നിന്ന് കുറച്ച് വടക്കോട്ടു മാറി ഇരിക്കുകയുണ്ടായി. അവിടെയാണ് നാം ഇപ്പോൾ കാണുന്ന മേൽക്കാവ് ക്ഷേത്രവും ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുമെല്ലാം. അപ്പോൾ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് മുല്ലത്തറ സ്ഥിതി ചെയ്യുന്നത്. ഇന്നും അവിടെ പൂജയും ആരാധനയും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിലും മറ്റും ദേവിയുടെ തെക്കേ നടയിൽ ഹോമങ്ങളും മറ്റും നടത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ ഉപദേവന്മാരെ കുറിച്ചും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. കണ്ണപ്പൻ കുരുതി കഴിച്ചിരുന്ന സ്ഥലം, അതായത് ദേവിക്ക് ബലി അർപ്പിച്ചിരുന്ന സ്ഥലമാണ് ഇന്നു കാണുന്ന കീഴ്ക്കാവ് എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങളെല്ലാം കീഴ്ക്കാവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയാം. എല്ലാ ദേവീ ഭക്തന്മാർക്കും വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.